السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. صدق الله العظيم. قد سمي القلب قلبا من تقلبه فاهذر على القلب من قلب وتحويلي. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമകാലിക ലോകത്ത് ഏറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ മദാർ അഥവാ ഇസ്ലാമിൻ്റെ മാനദണ്ഡം എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയ 3 ഹദീസുകളിൽ ഒരു ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹറാമും ഹലാലും നോക്കാതെ പള്ളയും കീശയും വിയർപ്പിക്കുന്ന, ഹറാമാണെന്ന് ഉറപ്പുള്ള കാര്യം പോലും നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പ്രസ്തുത ഹദീസിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാവുന്നത്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആരാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു? ഹിജ്റയ്ക്ക് ശേഷം ഇസ്ലാമിൽ ആദ്യമായി ജനിച്ച അൻസാരിയായ മഹാനാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ മാതാവ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് നബി തങ്ങൾ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് നല്ല നീതിമാനായി ജീവിക്കുകയും ഷഹീദായി മരണം വരിക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് ഈ കുഞ്ഞിനെ നോക്കിയിട്ട് ആ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ദിവ്യവചനം പുലർന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നല്ല നീതിമാനായി ജീവിക്കുകയും അങ്ങനെ ഹിജ്റ 65 ഷഹീദായി വഫാത്താവുകയും ചെയ്തു. ആ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ وبينهما أمور مشتبهات لا يعلمهن كثير من الناس. അതാ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പ്രസ്തുത ഹദീസിനെ കുറിച്ച് വിവരിച്ച് ഇതിനെ 3ആയി തരംതിരിക്കുന്നുണ്ട്. അതാ ഒന്നാമതായി പറയുന്നു, അൽ ഹലാലു ബയ്യിനുൻ, ഹലാൽ എന്ന് വ്യക്തമായത് കൽ ഖുബ്സി വൽ ഫവാകിഹി വഗൈറു ദാലിക മിനൽ മത്ഉമാത്ത്, റൊട്ടി അതുപോലെ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ട സാധനങ്ങൾ. രണ്ടാമത് പറയുന്നു വൽ ഹറാമു ബയ്യിനുൻ, ഹറാം എന്ന് വ്യക്തമായത് കൽ ഖംരി വൽ ഹിൻസീരി വൽ മൈതത്, അതായത് പന്നി, ശവം, കള്ള് പോലത്തത്. എന്നാൽ മൂന്നാമതായി തരം തിരിച്ചു പറയുന്നു വൽ മുതശാബിഹു ഹുവല്ലദീ യഹ്തമിലുൽ അംറൈനി, ഹറാമെന്നോ ഹലാലെന്നോ വ്യക്തതയില്ലാത്ത, സംശയാസ്പദമായ, ആശയക്കുഴപ്പമുള്ള കാര്യങ്ങളെയാണ് ഹദീസിൽ മുതശാബിഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളായ ഇജ്മാ, സുന്നത്ത്, ഖുർആന് തുടങ്ങിയതിൽ നിന്ന് വ്യക്തമായി സുവ്യക്തമായി നമുക്ക് മനസ്സിലായവയാണ് ഹലാലുകൾ അല്ലെങ്കിൽ ഹലാലുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഹറാമാണെന്ന് തെളിവില്ലാത്തതും ഹലാലാണെന്ന് മഹാനായ ശാഫിഈ ഇമാമും മാലികി ഇമാമും പറയുന്ന സമയത്ത് ഹലാലിനും കൃത്യമായ തെളിവ് വേണം എന്നാണ് ഇമാം അബൂ ഹനീഫ ഇമാം പറയുന്നത്. സുഹൃത്തുക്കളെ, ചിന്തിക്കേണ്ടതുണ്ട്. അതാ, എന്നാൽ പ്രമാണങ്ങൾ കൃത്യമായി നിരോധിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ഹറാമുകൾ എന്ന് പറയുന്നത്. ഹലാല് എന്ന രേഖയില്ലാത്തതും ഹറാമാണെന്ന് അബൂ ഹനീഫ ഇമാം പറയുമ്പോ നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട്.
സുഹൃത്തുക്കളെ, എന്നിട്ട് ഹദീസിൽ പറയുന്നു, ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ഈ മുതശാബിഹായ കാര്യങ്ങൾ, ആശയക്കുഴപ്പമുള്ള കാര്യങ്ങൾ, സംശയാസ്പദമായ കാര്യങ്ങൾ, അത് ജനങ്ങളിൽ അധിക പേർക്കും അതിനെക്കുറിച്ചുള്ള ഇൽമില്ല, അറിവില്ല. അതുകൊണ്ട് ഈ പ്രസ്തുത ഹദീസ് നമ്മളെ ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ മുതശാബിഹായ കാര്യങ്ങൾ തരംതിരിച്ചു തരാൻ, വകതിരിച്ചു തരാൻ നമുക്ക് പ്രാപ്യരായ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്ത മുജ്തഹിദീങ്ങൾക്ക് മാത്രം പ്രാപ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസ് മുജ്തഹിദീങ്ങളുടെ ആവശ്യകത കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ മുതശാബിഹായ ആശയക്കുഴപ്പമുള്ള കാര്യങ്ങളോട് നമ്മുടെ നിലപാട് എന്താവണം എന്നുകൂടെ പ്രസ്തുത ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുന്നു, ആരെങ്കിലും ആ ശുബ്ഹാത്തുകളോട്, ആ സംശയാസ്പദമായ ആശയക്കുഴപ്പമുള്ള ഹറാമോ ഹലാലോ എന്ന് വ്യക്തമില്ലാത്ത കാര്യങ്ങളോട് അതിനോട് മാറി നിന്നാൽ, അതിനോട് വിരോധിച്ചു നിന്നാൽ, അവൻ അവനവന്റെ അഭിമാനത്തെയും അവനവന്റെ ദീനിനെയും സംരക്ഷിച്ചവനാണ്. എന്നിട്ട് പറയുന്നു, ആരെങ്കിലും ശുബ്ഹയോട് ചേർന്നാൽ, അതുമായി ബന്ധപ്പെട്ടാൽ വഖാഫിൽ ഹറാം, അവൻ ഹറാമിൽ വീണുപോവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പഠന അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന രീതിയാണ്, ഒരു കാര്യം പറയുമ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ പറയുക എന്നത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വലിയ സബബാകും, നിമിത്തമാകും. എന്നിട്ട് പറയുന്നു, കറാഇ യർആ ഹൗലൽ ഹിമാ യൂസികു അൻ യർതഫി അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമാ അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. അല്ലാഹു രാജാക്കന്മാർക്ക് ചില അധീനതപ്പെടുത്തിയ, ചില അതിർവരമ്പുകൾ വെച്ച സ്ഥലങ്ങളുണ്ട്. അതിനാണ് ഇവിടെ ഹിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിർവരമ്പുകൾ വെച്ചത്? അതാ മൃഗങ്ങൾ അവിടത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അവിടത്തേക്ക് കയറി പുല്ലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുന്നതിന് വേണ്ടി ഒരു അതിർവരമ്പ് വെച്ച സ്ഥലമായിരിക്കും ഹിമ. അങ്ങനെ ഈ മൃഗങ്ങൾ കയറി അതിൽ ഭക്ഷിച്ചാൽ അതിന്റെ ഇടയന്മാർ ശിക്ഷിക്കപ്പെടും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതാ ഹിമ എന്ന് പറയുന്ന ഒരു അതിർവരമ്പുണ്ട്. അതാണ് ഹറാം എന്നത്. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട, ഏറെ സൂക്ഷ്മത പുലർത്തേണ്ട. അതാ അബൂ ഹനീഫ ഇമാമ് ഹലാല് എന്ന് തെളിവില്ലാത്തത് പോലും ഹറാമാണെന്ന് പറയുമ്പോ നമ്മളേറെ സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട, ഏറെ ജാഗ്രത പാലിക്കേണ്ട പോയിന്റാണിത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഹറാം വന്നു പോകുമോ എന്ന ഭയവും എന്ന പേടിയും എപ്പോഴും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഹലാലാണെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യവും നമ്മൾ കഴിക്കാൻ പാടില്ല, നമ്മൾ കുടിക്കാൻ പാടില്ല, നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ പറഞ്ഞ് കേൾക്കുക എന്നല്ലാതെ ജീവിതത്തിൽ നാം ഓരോരുത്തരും പകർത്തുന്നുണ്ടോ എന്ന് കൃത്യമായി സ്വയം നഫ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എത്രയോ ചരിത്രങ്ങൾ, മഹാന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ചരിത്രങ്ങളില്ലാത്തതിന്റെ പ്രശ്നമല്ല, ചരിത്രങ്ങൾ കേൾക്കാത്തതിന്റെ പ്രശ്നമല്ല, അത് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. എത്രയോ ചരിത്രങ്ങളുണ്ട്. മഹാനായ ഫുദൈൽ റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഒരു ആടുണ്ടായിരുന്നു. ആ ആടിനെ അതാ പുല്ലുമേക്കാൻ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് അന്യന്റെ പുല്ല് തിന്ന് പോയതിന്റെ കാരണത്താൽ ആ മഹാമനീഷി അവിടുന്ന് ജീവിത അവസാനം വരെ ആ ആടിന്റെ പാല് കുടിച്ചില്ല എന്ന് ചരിത്രത്തിൽ കാണാം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ജീവിതമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തം വിടാനല്ല, മറിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് വെച്ച് നോക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ ചരിത്രമുണ്ട്. അതാ പെങ്ങൾക്ക് തുന്നലാണ് ജോലി. അങ്ങനെ രാത്രി സമയത്ത് വീടിനടുത്തുകൂടെ പോകുന്ന അതാ ഒരു ആൾക്കാരുടെ ചൂട്ടിന്റെ വെളിച്ചത്തിൽ അവിടുന്ന് തുന്നമായിരുന്നു. എന്നിട്ട് അവർക്ക് പേടി, ഇത് ഹറാമാണോ ഹലാലാണോ? എന്നിട്ട് ഹംബലി ഇമാമിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഹംബലി ഇമാമേ, ഞാനിങ്ങനെ രാത്രി എൻ്റെ വീട്ടിന്റെ അരികത്തൂടെ പോകുന്ന ആ ആളുകളുടെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ നൂല് കോർക്കാറുണ്ട്, തയ്യൽ ചെയ്യാറുണ്ട്, എനിക്കത് ഹലാലാണോ ഹറാമാണോ? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, സൂക്ഷ്മതയുടെ പര്യായമായ, സൂക്ഷ്മതയുടെ കലവറയായ ആളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് ബിശ്റുൽ ഹാഫി തങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കത് ഹലാലല്ല, ഹറാമാണ്.
ഹറാമാണ്. സുഹൃത്തുക്കളെ, ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അതാ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്നാൽ അത് വേണ്ടാത്ത രീതിയിൽ ഹറാമും ഹലാലും നോക്കാതെ കഴിച്ചാൽ, ശ്രദ്ധിക്കാതെ ചെയ്താൽ നിങ്ങൾ കുടുങ്ങുകയും ചെയ്യും. സുഹൃത്തുക്കളെ, അങ്ങനെ ചിന്തിച്ച് നല്ല രീതിയിൽ വറോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പാടി വെച്ചില്ലേ, കതു സുമ്മിയൽ ഖൽബു ഖൽബൻ മിൻ തഖല്ലുബിഹി ഖൽബ ഫഹദർ അലൽ ഖൽബി മിൻ ഖൽബി വതഹ്വീലി. അതാ ഹൃദയം എന്നത് രാജാവാണ്, അവയവങ്ങൾ എന്നത് അതിൻ്റെ പ്രജകളാണ്. ആ ഹൃദയം പറയുന്നത് പോലെ, ആ രാജാവ് പറയുന്നത് പോലെ ആയിരിക്കും ആ പ്രജകളുടെ നടപ്പ് രീതികൾ. അവിടുന്ന് വിരോധിക്കുന്നത് ചെയ്യാതിരിക്കും, കൽപ്പനകൾ ചെയ്യും. അതുകൊണ്ട് ആ ഹൃദയത്തെ നല്ല രീതിയിൽ മലീമസമാക്കാതെ അവയവങ്ങളെ സൂക്ഷിച്ച് പണ്ഡിതന്മാരുടെ അവിടുത്തെ സൂക്ഷ്മതകളും ചരിത്രങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.